6ാം തവണയും മലയാളത്തിൽ ബിഗ് ബോസ് ഷോ വരികയാണ്. മാർച്ച് 10-ന് ഷോ ആരംഭിക്കുമെന്ന് പുതിയ പ്രൊമോയിലൂടെ അവതാരകനായ മോഹൻലാൽ അറിയിച്ചു കഴിഞ്ഞു. ഇതിനു പിന്നാലെ മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഫിറോസ് ഖാൻ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ അകത്തുള്ളവർ ശ്രമിക്കുന്ന രീതിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഫിറോസ് നടത്തിയത്. കഴിഞ്ഞ സീസണിൽ നടന്നൊരു സംഭവമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താരം യൂട്യൂബ് ചാനലിലൂടെ പുതിയൊരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികൾ പുറത്തു നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഷോയുടെ അകത്ത് എല്ലായ്പ്പോഴും മൈക്ക് ധരിക്കണം. വൈൽഡ് കാർഡായി മത്സരത്തിലേക്ക് വരുന്നവരിൽ നിന്നുമാണ് ഓരോ കാര്യങ്ങളും അറിയുന്നത്. അങ്ങനെ മൈക്ക് ഇടുന്ന സമയത്ത് പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ പാടില്ലെന്നാണ് നിയമം. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിലേക്ക് മൈക്കില്ലാതെ പോവുകയാണ്. വൈൽഡ് കാർഡായി വരുന്നവരെയും കൂട്ടി അവിടെ പോകും. വെള്ളം നനഞ്ഞാൽ മൈക്ക് കേടാവുന്നതുകൊണ്ട് അവിടെ മാത്രം ഊരി വെക്കാവുന്നതാണ്. അവിടെ വെച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കും അത് മനസ്സിലാക്കാൻ പറ്റാറില്ല. കഴിഞ്ഞ സീസണിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. സംവിധായകൻ ഒമർ ലുലു വൈൽഡ് കാർഡായിട്ടാണ് അതിനകത്തേക്ക് പോകുന്നത്. ചിലർ അദ്ദേഹത്തെ കൂട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. അതൊരു ട്രിക്കാണ്. അവിടെ വെച്ച് പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒമർ ലുലു ഗെയിം സ്ട്രാറ്റജി ഒന്നുമില്ലാതെ വളരെ നിഷ്കളങ്കനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് 10 കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അറിയാതെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞുപോയി. എല്ലാം പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ബിഗ് ബോസിൽ അതും ഒരു പഴുതാണ്. ഇനി വരുന്ന സീസണിലും ഇതൊക്കെ സംഭവിക്കാം. ഷോയുടെ അണിയറ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഇതാണ്. എല്ലാ സീസണിലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ അമിതമായി ചിന്തിക്കുന്ന ചിലർ ഇങ്ങനൊരു പ്രവൃത്തി നടത്തിയിരുന്നുവെന്നും ഫിറോസ് ചൂണ്ടിക്കാണിക്കുന്നു.